السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉലമാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഷേഖുനായുടെ 40 നാം ആഘോഷിക്കുകയാണ്. തികച്ചും പ്രതീക്ഷിക്കാത്തൊരു മരണമാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ ഖലാഇനെ നാം അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. ബഹുമാനപ്പെട്ട ഷേഖുന അവറുകൾ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു നന്മയാണ് ഇങ്ങനൊരു സമൂഹത്തെ വാർത്തെടുത്തത്. ഞാനെൻ്റെ 21ാമത്തെ വയസ്സിൽ പരിചയപ്പെട്ടതാണ്. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ദറസിൽ 60 കുട്ടികൾ ഓതുന്നു. അസറിന് ശേഷം ദറസിൽ നിന്ന് വെളിയിലേക്ക് പോകാത്തത് ഞാൻ മാത്രമാണ്. അതിൻ്റെ കാരണമൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. എന്നെ പല ദിവസം ശ്രദ്ധിച്ചതിന് ശേഷമായിട്ട് ഉസ്താദ് എന്നോട് കണ്ടു വന്ന് ചോദിച്ചു, എന്താണ് അസർ കഴിഞ്ഞ് വെളിയിലേക്ക് പോകാത്തത്? അത് പേപ്പർ വായിക്കാനാണെന്ന് പറഞ്ഞു. പേപ്പർ പിന്നെയാണെങ്കിലും വായിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് ഇതിനെപ്പറ്റി ചോദിച്ചു. അവസാനം ഞാൻ സത്യം പറഞ്ഞു, ചായ കുടിക്കാൻ വിടുവയില്ല, അതുകൊണ്ടാണ് പോകാത്തത്. അപ്പോൾ ആ വ്യാഴാഴ്ച തന്നെ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് വീട്ടിൻ്റെ സാഹചര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കിയതിന് ശേഷം ദറസിൽ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് അസ്മാവിൻ്റെ ചികിത്സ അറിയാം, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഒരു നിബന്ധനയുണ്ട്, എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് വല്ലതും തന്നാൽ അൽഹംദുലില്ലാ, തന്നില്ലെങ്കിലും അൽഹംദുലില്ലാ. ഇതായിരിക്കണം അതിൻ്റെ നിബന്ധന. ആരോടും ഒന്നും ചോദിച്ചു വാങ്ങരുത്. സമ്മതിച്ചോ എന്ന് ചോദിച്ചു. സമ്മതിച്ചെന്ന് പറഞ്ഞു. അന്ന് മുതൽ പഠിപ്പീര് ആരംഭിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുന്നത്. അങ്ങനെ വളരെ സ്നേഹമായിട്ട് എവിടെ പരിപാടി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ പോവും. അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ട് നടന്നു. ഒരു ദിവസം തലവേദനയായിട്ട് ദറസിൽ ഞാൻ ഒരു പായിൽ ചുരുണ്ട് കിടക്കുകയാണ്. വാപ്പിച്ച് ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി അവറുകൾ വന്ന് എൻ്റെ കാലും ചുവട്ടിൽ വട്ടം കിടന്നു. ഞാൻ കാല് നീട്ടിയാൽ വാപ്പിച്ചയുടെ ശരീരത്തിൽ കൊള്ളും. ഉസ്താദ് ഉടനെ കണ്ടിട്ട് വന്ന് എൻ്റെ കാലിൻ്റെ അവിടെ കാല് വെച്ചിട്ട് എന്നെ വിളിച്ചു, വാപ്പിച്ചി എന്ന് പറഞ്ഞു. ഞാൻ വേഗം എഴുന്നേറ്റ് പോയി. അതേ സ്പീഡിൽ വാപ്പിച്ചി എഴുന്നേറ്റ്. അങ്ങനെ നൈനാര് പള്ളിയിൽ പോയി വാപ്പിച്ചി പള്ളിയുടെ ഉള്ളിൽ കയറി ദിക്കറി ഒളിക്കൊണ്ട് നടക്കേണ്ട ഒരു കാലമാറ്റത്തിൻ്റെ ആരംഭമായി. അങ്ങനെ അവിടെ കൊണ്ട് ചെന്നിട്ട് എൻ്റെ കൂട്ടുകാരനാണ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഹദ്ദാദിൻ്റെ ഇജാസത്ത് തരുന്നു. ആ ഹദ്ദാദിൻ്റെ ഇജാസത്ത് തന്നിട്ട് അവസാനം പറഞ്ഞു, ഏത് ഷെയ്ത്താൻ ഇളകി വരുന്ന ഷെയ്ത്താനെ നിൻ്റെ ഇടത് കൊണ്ട് പിടിച്ചു അവിടെ നിന്നോളൂ. നിനക്ക് കോളായിപ്പോയി, നിനക്ക് കോളായിപ്പോയി, നിനക്ക് കോളായിപ്പോയി. അത് 20 മിനിറ്റ് സമയം പറഞ്ഞുകൊണ്ട്. അപ്പോൾ വേറെ ആരും സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നു. ആ ബന്ധത്തിലൂടെയാണ് ഞാൻ ഉസ്താദുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. പിന്നെ ഉസ്താദിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. പല മഹാന്മാരുടെ അടുക്കൽ കൊണ്ടുപോകും. അവരുമായിട്ട് സംസാരിക്കാനും ദ്വാരക്കാനൊക്കെ അവസരം ഉണ്ടാക്കി തരും. ഒരിക്കൽ ഈ കെ മർഹാജിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എൻ്റെ കൂട്ടുകാരനാണ്, 6 വർഷമായി ഇവിടെ നിൽക്കുന്ന വരാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 2800 വീതം 100 ദിവസം ചൊല്ലിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 100 ദിവസം ചൊല്ലി 101ാമത് ദിവസം ചെന്നപ്പോൾ എന്ത് സ്വപ്നം കണ്ടെന്ന് ചോദിച്ചു. സ്വപ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ കാതിരത്തിൻ്റെ ഇജാസത്ത്. അൽഹംദുലില്ലാ, ഇങ്ങനെ ഓരോ മഹാന്മാരുമായിട്ട് കൂട്ടി ചേർക്കുമായി. അങ്ങനെ ഉസ്താദ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്നെ ലാളിച്ച് പരിപാലിച്ച് വളർത്തിയതാണ്. എനിക്ക് ഉസ്താദിനോട് ധാരാളം കടപ്പാടുകളുണ്ട്. എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും എന്ന് വേണ്ട എൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും വലിയ കടപ്പാടുകളുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ വന്നാലും അവിടെയൊന്നും അടിപതറാതെ നിൽക്കാനുള്ളൊരു കൂവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നു.
ഞാൻ ഉസ്താദ് പറഞ്ഞ അതേ വ്യവസ്ഥയിൽ ഇന്ന് വരെയും മുന്നോട്ട് പോകുന്നു. ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. എന്ത് തന്നാലും അൽഹംദുലില്ലാ തരുന്നത് വാങ്ങിക്കും. അതുകൊണ്ട് എനിക്ക് കടങ്ങളൊന്നുമില്ല. 4 മക്കളുണ്ട്. 4 മക്കൾക്കും വീട് വെച്ചു. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയി. കുഴപ്പമൊന്നുമില്ല. വാഹനങ്ങളുണ്ട്. വാഹനങ്ങളുമായി ഉയർന്ന വാഹനങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു കടമില്ല. അത് ഉസ്താദ് പറഞ്ഞൊരു ബർക്കത്താണ്. കോവിഡിന് 1 മാസം മുമ്പ് വീട്ടിൽ വന്നു. മഗ്‌രിബിൻ്റെ സമയത്ത് ഞാൻ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഇയാളെ വിട്ടിട്ട് നമസ്കരിക്കാൻ വന്നു. ശരി, ഞാൻ നമസ്കരിക്കാൻ പോവാണ്, എനിക്ക് ജമാക്കണമെന്ന് പറഞ്ഞു. ഉസ്താദ് നമസ്കരിച്ചു. ഞാൻ വെളിയിൽ കൂടെ പോയി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉസ്താദ് എൻ്റെ പെട്ടിയിൽ അവിടെ ഇരുന്നിട്ട് എൻ്റെ പൈസ എടുത്ത് എണ്ണി നോക്കുകയാണ്. അന്ന് കിട്ടിയ പൈസ. ഞാൻ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, എന്തിനാ മനുഷ്യ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം കുത്തിയിരിക്കുന്നത്, ഒരു പണിയില്ല നിങ്ങൾക്കെന്ന് ചോദിച്ചു. നടുവേദനയായി പോയാൽ ഉസ്താദിന് സുഖമില്ല, നമുക്ക് വേറെ ഉസ്താദിൻ്റെ അടുത്ത് പോകാമെന്നും പറഞ്ഞ ആൾക്കാർ പോകും. നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് നാളെ മുതൽ ആവശ്യമുള്ള പൈസ ചോദിച്ച് വാങ്ങണം. ഞാൻ പറഞ്ഞു, ഉസ്താദ് എനിക്കിത് ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് ചോദിച്ചു. എന്നെപ്പറ്റി പൊതുവായിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുപോയി. ഇനി ഞാനൊരു വ്യവസ്ഥ വെക്കാൻ പോകുമ്പോൾ അതൊരു മോശത്തരമായി പോകുന്നു എനിക്ക് തോന്നുന്നു. പുതിയ ആൾക്കാർ പഴയ ആൾക്കാർ ചോദിക്കും, എന്താണ് ഇവിടുത്തെ ചിട്ടയെന്ന് ചോദിക്കും. എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. 500 രൂപ കയ്യിലുണ്ടെങ്കിൽ അവർ ചില്ലറ മാറി 200 രൂപ കൊണ്ട് തരും. 200 രൂപ കൊണ്ട് വിടുന്നവരാണെങ്കിൽ 100 രൂപ തരും. 100 രൂപക്കാരാണെങ്കിൽ 30 രൂപ തരും. ഈ വ്യവസ്ഥയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു. വ്യവസ്ഥ ഒന്നും കിട്ടിയില്ല. ഞാൻ ഓർത്ത് പണക്കമായി പോയി കാണും. ഞാൻ ഉടനെ മറുപടി പറഞ്ഞുകൊണ്ട് പണക്കമായി പോയി കാണുമെന്ന് വിചാരിച്ചു. 2 മാസം നിൽക്കുന്നു വന്നിട്ട് ഞാൻ ഉസ്താദിൻ്റെ അടുത്തോട്ട് പോകാൻ പോയില്ല. ഞാൻ വന്നെന്ന് കാണിക്കും, ഇങ്ങനെ മാറി നടന്നു. 3-ാമത്തെ മാസം തിക്കറ് കഴിഞ്ഞ് വരാന്തയിൽ വന്നിരുന്ന് ഒരു മുത്താലിമിനെ വിളിച്ച് ഒരു കസേര കുട്ടി ഇവിടെ ഇടാൻ പറഞ്ഞു. കസേര കുട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ആ മുണ്ടക്കയത്തെ ഉസ്താദിനെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് ഞാൻ പോയി അടുത്തിരുന്നപ്പോൾ ഇങ്ങനെ തല കുറിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഐഡിയ ആണ് നല്ലത്, അതിലേ ഉള്ളു ബർക്കത്തെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ആ ബർക്കത്ത് എനിക്ക് അവസാന നിമിഷം വരെയും കാണാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ അരിയാക്കറിയവൻ്റെ അമല് 1,00,000 രൂപ കൊണ്ട് തരുന്നയാൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് അൽഹംദുലില്ലാ കൊടുത്ത് വാങ്ങാനുള്ള തൗഫീഖ് കിട്ടി. ആ പൈസയുടെ ബർക്കത്താണ്. ബാലൻസ് ഉണ്ടായിട്ടൊന്നുമല്ല. 1 രൂപ പോലും എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. 1 രൂപ പോലും എനിക്ക് കടമില്ല. കാര്യങ്ങളെല്ലാം അല്ലാഹു മംഗളമായി നടത്തി തരുന്നുണ്ട്. അതെല്ലാം ഉസ്താദിൻ്റെ പൂർണ്ണമായ ഒരു തൃപ്തിയും പൊരുത്തവുമാണ്. അതെല്ലാം മറ്റൊന്നുമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലാണ് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യകാലത്ത് തന്നെ ഉസ്താദിനോട് പറയുമായിരുന്നു, ഈ ഇൽമി വ്യാപകമാക്കണം, ഒരു ക്ലാസ് അടിസ്ഥാനത്തിൽ കൊണ്ടുവരണം. അർഹതയില്ലാത്ത പലരും ഈ ചികിത്സാ രംഗത്തുണ്ട്, അവരെല്ലാം പഠിച്ചിട്ട് ചികിത്സിക്കട്ടെ എന്ന് പറയുമ്പോൾ സമയമായില്ല എന്നോട് പറയും. പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം സമയമായില്ല എന്ന് പറയും. അങ്ങനെ ദർസ് തുടങ്ങിയതിന് ശേഷമാണ് ഉസ്താദ് ആ രംഗത്തേക്ക് വന്നത്. അത് ദർസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഞാനും വിചാരിച്ചിരുന്ന ഉസ്താദിൻ്റെ ഇഷ്ടം പോലെ പൈസ കാണും. കാരണം ഫീസ് മേടിക്കുന്ന പൈസയുണ്ട്, ചികിത്സിക്കുന്ന പൈസയുണ്ട്, എല്ലാം ഉണ്ട്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കൽ അവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ആദ്യം ദിക്ർ ജോലി ആ കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ പരാതി 13 വർഷമായിട്ട് കുട്ടികളില്ല. അവരുടെ എല്ലാ ചികിത്സകളും അവസാനിച്ചിരിക്കുകയാണ്. ഉസ്താദിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, കുട്ടി ഉണ്ടായാലും ഇതിന് റൂഫിട്ട് തരുമോ എന്ന് ചോദിച്ചു. ഈ കെട്ടിടത്തിന് റൂഫിട്ട് തരുമോ എന്ന് ചോദിച്ചു. ദുബൈയിൽ നിന്ന് വന്നാണ് അവർ. അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, എത്ര രൂപ ആകുമെന്ന് ചോദിച്ചു. 4,30,000 രൂപ ആകുമെന്ന് പറഞ്ഞു. ബാഗ് തുറന്ന് ചെക്ക് എഴുതി ഉസ്താദിൻ്റെ കയ്യിലോട്ട് പോയി. ഉസ്താദ് പറഞ്ഞു, പൊക്കോ കുട്ടികളുണ്ടായിക്കൊള്ളു. ഒരു ഫാത്തിഹ പോലും മന്ത്രിച്ച് കൊടുത്തില്ല. ഉസ്താദ് പറഞ്ഞു, കുട്ടികളുണ്ടായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അൽഹംദുലില്ലാ അവർക്ക് കുട്ടിയുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ് ഒരു ദിവസം എന്നെ വിളിച്ചു, ലബീബിനെ കൂട്ടിക്കൊണ്ട് വരണം, നമുക്ക് കോഴിക്കോട് വരെ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ വന്ന് ആ റൂം കൂട്ടി വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പയ്യൻ ഓടി വന്നു. എവിടെ നിന്നാണ് വരുന്നത്? എറണാകുളത്ത് നിന്ന് വരിക. എന്താണെന്ന് ചോദിച്ചു. എനിക്ക് 9 വർഷമായിട്ട് കുട്ടികളില്ല. ഉസ്താദിനെ കാണാൻ വേണ്ടി പല പ്രാവശ്യം ആഗ്രഹിച്ചു. ജോലി സ്ഥലത്ത് നിന്നെ വിടത്തില്ല, ഇന്ന് അവധി മേടിച്ച് വന്നതാണെന്ന് പറഞ്ഞു. എടാ ഞങ്ങൾ കോഴിക്കോട് പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഇല്ല ഉസ്താദ്, എനിക്ക് അവധി കിട്ടിയതാണ്. അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, കോഴിക്കോട് മർക്കസ് സമ്മേളനം ഏപ്രിൽ മാസം 23, 24, 25 തീയതികളിൽ കോഴിക്കോട് വെച്ച് എന്ന് 10 മതിലേൽ എഴുതിക്ക് കുട്ടികളുണ്ടായി കൊടുക്കും.
അവനും അങ്ങനെ നോക്കി പൊക്കോടാ കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ അവനും കുട്ടിയുണ്ട്. ഇതാണ് ഉസ്താദിൻ്റെ ചികിത്സാ രീതി, യഥാർത്ഥമായ രീതി. പക്ഷേ സാഹചര്യം മനസ്സിലാക്കി സമീപിക്കണമെന്ന് മാത്രം. എപ്പോഴും പോയാലും ഇങ്ങോട്ട് വാരിക്കോരി തരുന്ന സാധനമല്ല. ഉസ്താദിൻ്റെ അവസ്ഥ, മാനസികാവസ്ഥ മനസ്സിലാക്കി ചെല്ലുകയാണെങ്കിൽ നമ്മൾക്ക് പാഴാക്കുകയില്ല. ഞാനൊരു ഭ്രാന്തന് ചികിത്സ തുടങ്ങി. ഒരാൾ ചികിത്സ കൊണ്ടൊരു ഹിന്ദുവായ മനുഷ്യനാണ്. 2 പ്രാവശ്യം പലതും ചെയ്തു, ഒരു ഫലവും കിട്ടുന്നില്ല. അപ്പോൾ വെക്കേഷൻ സമയമാണ്, മദ്രസയിലെ ക്ലാസ് ഉണ്ട്. ആ മദ്രസയുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ എടപ്പള്ളിയിലേക്ക് പോകണം. ഉസ്താദ് അവിടെയാണ് താമസിക്കുന്നത്. എടപ്പള്ളിയിൽ ചെന്ന ഉസ്താദിനെ കാണും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. ഇങ്ങനെ നോക്കാം, താമസാരെ ധൃതിയുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലയെന്ന് പറയും. അന്ന് ഇതൊക്കെ എഴുതി കൊടുക്കാൻ പറയും. ഉസ്താദ് നേരം തൊട്ട് എഴുതി തരും. ഞാനിങ്ങനെ മുട്ട എഴുതലും തേങ്ങ എഴുതലും മന്ത്രിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. രാത്രി 10:30 ആകുമ്പോഴത്തേക്ക് ആളെല്ലാം കഴിയും. എനിക്ക് ക്ഷീണമാണ്, ഞാൻ കിടന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും. പൊക്കോളാൻ പറയും. അങ്ങനെ തുടർച്ചയായിട്ട് 12 ദിവസം പോയി. എനിക്ക് മറ്റേ കേസ് ശരിയാക്കേണ്ട അത്യാവശ്യമുണ്ട്. തുടർച്ചയായിട്ട് 12 ദിവസം മുണ്ടക്കയത്തുനിന്ന് ബസ് കയറി. അന്ന് വണ്ടിയൊന്നുമില്ല. ബസ് കയറി ഞാൻ എടപ്പള്ളി ചെല്ലും. ധൃതിയുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, എഴുതിക്കൊള്ളാൻ പറയും. എഴുതും. 10:30 ആകുമ്പോൾ എനിക്ക് ഉറക്കം വരുമെന്ന് പറയും. ഞാൻ കിടന്നോട്ടെ എന്ന് ചോദിക്കും. ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും. പോയി 12ാമത്തെ ദിവസം ഞാൻ എറണാകുളത്തും അങ്ങോട്ട് എടപ്പള്ളിയിലേക്ക് അടുക്കുന്ന നടുവട്ടം എന്ന സ്ഥലത്തെത്തിയപ്പം ബാബുച്ച പേർക്കൊരു യാസീനുണ്ട്. ഇന്നെങ്കിലും സലാമത്തായിരപ്പത്തില്ല. 12 ദിവസമായി. ഇമാമും ജമാഅത്ത് അവിടെ പറഞ്ഞ പള്ളിക്കാരെ സമ്മതിക്കത്തില്ല. അപ്പം ഞാനൊരു യാസീൻ ഓതിട്ട് ഇന്നെങ്കിലും എനിക്ക് സലാമത്തുണ്ടാവണമെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നപ്പോഴും ഇതേ പല്ലവി തന്നെ. ധൃതിയുണ്ടോ? ഇല്ല, എഴുതിക്കൊള്ളാൻ പറഞ്ഞു. എഴുതി. അന്ന് രാത്രി 11:30 11:30 നിങ്ങൾ എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കേസ് ഞാൻ ബന്ധപ്പെട്ടു, ഒരു അമല വേണം, അതിനൊരു വന്നതെന്ന് പറഞ്ഞു. പേരെന്താണെന്ന് ചോദിച്ചു. പേരെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ എഴുതാൻ തുടങ്ങി. അല്ല, നിങ്ങൾക്കത് പഠിക്കണ്ടേന്ന് ചോദിച്ചു. പഠിച്ചാൽ കൊള്ളാരെന്ന് പറഞ്ഞു. നിങ്ങളുടെ അടുത്തിരുന്നോളാൻ പറഞ്ഞു. അടുത്തിരുന്ന ആ അമലും വേറെ 3 അമലും കൂടി എനിക്ക് എഴുതി കാണിച്ചു. അത് പഠിപ്പിച്ചു. ഇതുപോലെ ഏത് കേസ് വന്നാലും ഇതങ്ങോട്ട് ചെയ്താൽ മതി, ശരിയായിക്കൊള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരമലിനെ പോയി എനിക്കിന്ന് 4 അമല് കിട്ടി. 12 ദിവസം മെനക്കെട്ടോ. ഇത് ശരിയാണ്. ഞാൻ ആ 12 ദിവസം പോയില്ലെങ്കിൽ അത് കിട്ടത്തുമില്ല, ശരിയാകത്തുമില്ല. അപ്പോൾ അൽഹംദുലില്ലാ, ക്ഷമിക്കാൻ എനിക്ക് അള്ളാഹു ഒരു മനസ്സ് തന്നു. ഉസ്താദ് എന്നെ പരീക്ഷിച്ചതായിരിക്കാം, ഞാനതിൽ അൽഹംദുലില്ലാ വിജയിച്ചു. അങ്ങനെ ഏതൊരു വിഷയമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ഉസ്താദ് ആ പ്രകാരത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ഫോണെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഫോണ് അബ്ദുള്ള ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയുള്ളതാണ്, മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളതല്ല എന്ന് പറയുമായിരുന്നു. പല പ്രാവശ്യവും ഞാൻ ഇരിക്കുന്ന സമയത്ത് പലരോടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഒരു പ്രാവശ്യം വരുമ്പോൾ അതിന് ശേഷം ഫോൺ വിളിച്ചിട്ടില്ല. ഉസ്താദിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവിടെ വരും. ഇവിടെ വന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ട് ആ കാര്യം മനസ്സിലാക്കി പോകും. മൂഡ് ശരിയല്ലെന്ന് തോന്നിയാൽ ഞാൻ ചോദിക്കത്തുമില്ല. എന്താ വന്ന ഒരു സംബന്ധമില്ല, കുഴപ്പമൊന്നുമില്ല, യാത്ര. ഒരു ദിവസം വന്ന് രാവിലെ മുതൽ 4 മണി വരെ ഇരുന്നു. വെളിയിലേക്ക് ആരെയും കണ്ടില്ല. ഞാൻ അപ്പുറത്തെ റൂമിലൊക്കെ പോയി അങ്ങനെ ഇരുന്നു. അവസാനം 4 മണിയായപ്പോൾ ഞാൻ വണ്ടിയിലല്ല വന്ന്, ബസ്സിനാണ് വന്ന് തിരിച്ചു പോകണം. അതുകൊണ്ട് ഞാൻ തിരിച്ചു. പിറ്റേ ദിവസം വന്നു ഉസ്താദിനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, ഇന്നലെ വന്നിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം പഠിപ്പിക്കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ മനുഷ്യ വിളിക്കാഞ്ഞെന്ന് ചോദിച്ചു. വിളിക്കൊരു അതബ് കാണാണല്ലോ. ഉസ്താദിൻ്റെ നമുക്ക് ആ ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം, ബെല്ലിൻ്റെ താഴെ ബെല്ലടിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് വേണ്ടി ഉസ്താദിനെ ഫോൺ ചെയ്തിട്ടില്ല. ഉസ്താദ് അവ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഫോൺ കട്ടാക്കിയിട്ട് ഉസ്താദിനെ വിളിക്കും. അതാണ് എൻ്റെ ഒരു ശൈലി. ആ നിലയിൽ കൂടിയാണ് ഞാൻ ഉസ്താദുമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ. അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. രണ്ട് മക്കളും അതുപോലെ മരുമകനും ചികിത്സ പഠിച്ചു. അൽഹംദുലില്ലാ. അവരെല്ലാം എൻ്റെ അതേ തിയറി തന്നെ അംഗീകരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ നിലയിൽ കൂടി ഉസ്താദ് നമ്മളെ പോറ്റി വളർത്തുന്ന പോലെ വളർത്തിയതാണ്. അതുപോലെയാണ് എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും. ഓരോരുത്തരെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇന്നയാൾക്ക് ബുദ്ധിമുട്ടാണ്, ഇന്നയാൾക്ക് പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ ആരാണ് എന്താണെന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരത്തിനുള്ള മാർഗങ്ങൾ ഉസ്താദ് നിർദ്ദേശിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ഉസ്താദിൻ്റെ പൊതുവായ ശരി. ഇങ്ങനെ ശിഷ്യന്മാരെ സ്നേഹിച്ച ഒരാളെയും നമുക്ക് കിട്ടി. ഏത് രംഗത്ത് പോയാലും. ഞാൻ കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു, ഒരാളോടൊരു അമല് ചോദിച്ചിട്ട് 38 വർഷമായി ഇന്ന് വരെയും ആ അമല് വന്നിട്ടില്ല. അത് മലബാറിൽ തന്നെ ഇരിക്കുകയാണ്.
അതാണ് ഓരോരുത്തരുടെ അവസ്ഥ. ഒരു അമലിനെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു തരത്തില്ല, ചെയ്തു തരാമെന്ന് പറയും. അല്ല ഒരാളും ഒരമലും പറഞ്ഞു തരികയില്ല. എല്ലാം നമുക്ക് പറഞ്ഞു തന്നു, എല്ലാം നമുക്ക് വിട്ടു തന്നു. അൽഹംദുലില്ലാഹ് ആവശ്യമുള്ളതും അതിനേക്കാൾ അപ്പുറവുമായിട്ടുണ്ട് നമ്മുടെ എല്ലാ വിജ്ഞാനങ്ങൾ. നാം ഏത് തരത്തിലുള്ള ഉസ്താദിനെ സ്നേഹിക്കുന്നോ, ബഹുമാനിക്കുന്നോ, ആദരിക്കുന്നോ, അതനുസരിച്ച് നമുക്കതുകൊണ്ട് ഫലവും ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ട് ഉസ്താദിനെ പറയുന്നത് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉസ്താദ് ഭയങ്കര പിരിവാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലർക്കെല്ലാം അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്, ഭയങ്കര പിരിവാണ്, അതുകൊണ്ടാണ് എല്ലാ ദിക്കൊന്നും വരാത്തതെന്നൊക്കെ ചിലർക്ക് പറയാറുണ്ട്. അതിൻ്റേതായ ബർക്കത്തുകൾ അവരിലുമുണ്ട്. അതുകൊണ്ട് ഉസ്താദിനെ നാം, ഉസ്താദ് വഫാത്തായെങ്കിൽ തന്നെയും ഉസ്താദിൻ്റെ അഭിലാഷമാണ് ഈ ദർസെന്ന് നമ്മളോട് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷമാണ് ഈ ദർസ്, ദീനീ രംഗം. അതുപോലെ തന്നെ കുറച്ച് സ്ഥലം വാങ്ങി അതിലെല്ലാവിധ സജ്ജീകരണങ്ങളും ഒപ്പിച്ചൊരു ദർസൊക്കെ എൻ്റെ അഭിലാഷമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അരിയാക്കറിയമ്മൻ്റെ പണിയിൽ 1 ലക്ഷം രൂപ വീതം ഉസ്താദ് ചോദിച്ചത്. കാരണം ഞാൻ നിങ്ങളെ എൻ്റെ മക്കളെ പോലെ കണക്കാക്കി, അതിൽ അപുരിയായി കണക്കാക്കി എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾ എൻ്റെ അഭിലാഷം പാലിക്കണം എന്നെല്ലാം പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ് ഉസ്താദ് വഫാത്തായി. ഇനി ഉള്ള ദർസിൻ്റെ കാര്യങ്ങളും മറ്റുള്ള വിഷയങ്ങളും എല്ലാ വിഷയത്തിനും പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ കമ്മിറ്റി കൂടിയ സമയത്ത് പറയുണ്ടായി, വീട്ടു പ്രശ്നത്തിന് പോലും പരിഹാരം കാണേണ്ട അവസ്ഥയിലാണ് ഉസ്താദ് വഫാത്താവുന്നത്. ഞാനെല്ലാം വിചാരിച്ച് ഇഷ്ടംപോലെ പൈസ കാണുമെന്ന് വിചാരിച്ച ഒന്നുമില്ല. ചികിത്സയ്ക്ക് പോകാൻ നോക്കിയപ്പോഴും ഒരു പൈസ പോലും കയ്യിലില്ല. ആ അവസ്ഥയിലാണ്. അതുകൊണ്ട് എല്ലാവിധമായ കാര്യങ്ങളും നാം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ബാധ്യത നമുക്കുണ്ട്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് പെൻഡിങ്ങിന് വെക്കുന്ന ആരെയും ഇഷ്ടമില്ല. ഒരവസരത്തിൽ ഞാൻ ചെന്നപ്പോൾ എന്നോട് 98 രൂപയുടെ വിഷയം പറഞ്ഞു, 98,000 രൂപയുടെ വിഷയം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഉസ്താദ് സാവകാശം ഉണ്ടോ എന്ന് ചോദിച്ചു. അത്യാവശ്യത്തിന് എന്ത് സാവകാശം ഗ്രാമത്തിലായിരുന്നു ചോദിച്ചു. ഞാനൊന്നും വേണ്ടില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇവിടെ ഒരാൾക്ക് അറ്റാക്ക് ഉണ്ടായി, മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അയാൾ കിടന്നു. അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു, അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഭാര്യയുടെ കാലിൽ ഒരു കൊതുക് കടിച്ചു. അവർ ചൊറിഞ്ഞ് അത് പൊട്ടി. നേരം വെളുത്തപ്പോഴത്തേക്ക് അത് ചുമന്ന കളറിൽ കാലിൻ്റെ മുട്ടിന് താവോട്ടായി. വൈകുന്നേരം ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പഴുത്തു മുറിക്കണമെന്ന് പറഞ്ഞു. ആ കാല് മുറിച്ച് പൈസ ഉണ്ടായോ എന്ന് ചോദിച്ചു. അവർക്ക് പൈസ ഉണ്ടായോ? ഭർത്താവിന് അറ്റായിക്കാട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭാര്യയുടെ കാലുകൂടെ മുറിക്കേണ്ട സാഹചര്യം വന്നു. അവർക്ക് പൈസ ഉണ്ടായോ എന്ന് ചോദിച്ചു. ഞാൻ വാസ്തവത്തിൽ പേടിച്ചു പോയി. ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പോയി. നമ്മുടെ അയൽവാസിയായ ഒരു പോലീസുകാരൻ, അയാൾ സ്ഥലം വിറ്റ് നിൽക്കുകയായിരുന്നു. അയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉസ്താദിന് ദൂരം കൊടുക്കാനാണെന്ന് പറഞ്ഞു. ആ 1 ലക്ഷം രൂപ എടുത്ത് ഞാൻ അങ്ങോട്ട് പിറ്റേ ദിവസത്തിന് ഉസ്താദിലേക്ക്. കാരണം ഉസ്താദിന് അങ്ങനെ പെൻഡിങ് പറയുന്ന വലിയ താല്പര്യമുള്ള കാര്യമാണ്. അതിന് വലിയ ശ്രമം നമുക്കുണ്ടാകണം. ശ്രമിച്ചാൽ നമുക്കുണ്ടാകാത്ത ഒരു കാര്യമില്ല. ആ നിലയിൽ കൂടിയൊക്കെ ആയിരുന്നു ഉസ്താദിൻ്റെ ഒരു പെരുമാറ്റങ്ങളും കാര്യങ്ങളെല്ലാം. ഞാൻ കൂടുതലായി പറയുന്നില്ല. ഉസ്താദ് വഫാത്തായ സാഹചര്യത്തിൽ ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ വലിയ അഭിലാഷമായിരുന്നു ഈ ദർസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നാം ഏറ്റെടുക്കണം. അതിനുവേണ്ടി നമുക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി സഹായങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുവേണ്ടി നമുക്ക് ചെലവഴിക്കുന്നെങ്കിൽ യാതൊരു പരാജയവും വരികയില്ല. എൻ്റെ ഭാര്യ എപ്പോഴും പറയും, ഉസ്താദിന് കൊടുത്താൽ നമുക്ക് കിട്ടുമെന്ന് പറയും. ഉസ്താദിൻ്റെ ആവശ്യത്തിന് കൊടുത്തോ നമുക്ക് കിട്ടും. എൻ്റെ ഭാര്യ എപ്പോഴും പറയുന്ന വാക്കാണ്. അതുപോലെ തന്നെ ഉസ്താദ് നമുക്ക് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതിൽ കൂടുതൽ കണ്ടുള്ള പെരുമാറ്റങ്ങളാണ്. ശൈത്താനെ മന്ത്രിക്കുന്ന അവസരത്തിൽ അന്ന് ഉസ്താദ് ഒരു നക്ഷത്രം വരയ്ക്കും, ഒരാണി എടുക്കും, നെറ്റിയിൽ ഇങ്ങനെ വെക്കും. ഏത് ശൈത്താനാണെങ്കിലും ആണിയിലേക്ക് ഇറങ്ങുമെന്ന് പറയും. അങ്ങനെ ഇറങ്ങിയെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് പലകയിലേക്ക് അടിക്കും. ശൈത്താൻ അവിടെ ഇരിക്കും. ഞാനിത് പല സ്ഥലങ്ങളിലും കണ്ടു പഠിച്ചതാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ രാത്രി 2 മണിയായി. അപ്പോൾ വീടിൻ്റെ പരിസരം മുഴുവൻ ആളാണ്. ചോദിച്ചപ്പോൾ 4 പേരെ ശൈത്താൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 4 പേരും വരാന്തയിൽ ഇങ്ങനെ 1,400 രൂപ വീതം ഭാര്യ തുണിയിൽ കെട്ടി അവരുടെ കയ്യിൽ കെട്ടാൻ വേണ്ടി കൊടുത്തു അയലക്കാടിലേക്ക്. അന്നത്തെ 1,400 രൂപ വാപ്പിച്ചിട്ട് നേർച്ചയാണ്. അയലക്കാട് പള്ളിയിലേക്ക് 1,400 രൂപ അത് കെട്ടിയിട്ടുണ്ട്. ഞാൻ ചെന്ന് കയറിയപ്പോൾ ഒരാൾ മൂളി, ദേ വന്നിട്ടുണ്ടെന്ന് അടുത്തയാൾ പറഞ്ഞു. ഞാൻ അകത്ത് കയറി. അതിൽ ഒരാൾ മന്ത്രവാദിയാണെന്ന് പറഞ്ഞു, ഒരു റൂഹാൻ. ഞാൻ അയാളെ കൊണ്ടുവരാൻ പറഞ്ഞു. അയാളെ കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് ഈ 4 പേരെയും പലയെ തെറിച്ചു.
പലകെ തടച്ച് കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു 35 രൂപ 3500 അല്ല, വെറും 35 രൂപ. അത് മേടിച്ച് അൽഹംദുലില്ലാ അവർ പോയി. അപ്പം എന്ത് വിഷയം ഉണ്ടായിരുന്നു ഉസ്താദുടെ എന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ ഉസ്താദിൻ്റെ അടുത്ത് വന്നു. ഉസ്താദിൻ്റെ ഒരു വിഷയം വന്നു. 4 ഷെയ്ത്താനാണ് വന്നത്, 4നെയും തറച്ചു. ഉസ്താദ് ഇങ്ങനെ മേലോട്ടൊരു നോട്ടം നോക്കിയിട്ട് നിങ്ങൾ എന്ത് പണിയായി കാണിച്ചതെന്ന് ചോദിച്ചു. ഇവിടെ മനുഷ്യ വലിയ മരത്തിനെക്കാട്ട് വലിയ വിപരീതമാണിത്. നിങ്ങൾ വെറും നിസ്സാരത്തിന് 4 ആണി അടിച്ച് വെക്കുകയാണ്. ഈ സാധാരണ ചാടിപ്പോയിട്ട് പിള്ളേരെ തട്ടിക്കളഞ്ഞിട്ട് പോയി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇനി മേലാ ചെയ്തു പോകല്ലെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്ന കണ്ട് ചെയ്തതല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. മേലാ ചെയ്തു പോകലെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. വൈകുന്നേരം ആയപ്പോൾ വലിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ തലേ ദിവസം ആ പോയ കൂട്ടുകാരൻ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം ഒരു പച്ച ഗുളിക കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തിലിട്ട് ആവി പിടിപ്പിച്ചു. ആവി പിടിച്ചു കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടലായി. രണ്ടാമത് വീണ്ടും ആവി പിടിച്ച കൂടുതൽ ശ്വാസം മുട്ടലായി. അദ്ദേഹം തന്നെ ആശുപത്രിയിലാക്കി. ആശുപത്രിയിലാക്കിയിട്ട് രാത്രി 10:30 ആയപ്പോൾ ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഇതുപോലെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ശ്വാസം മുട്ടലായിട്ട് ആശുപത്രിയിലാണ്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. നിങ്ങളെന്തോ ഇജാസത്ത് കൊടുത്താൽ ഇജാസത്തൊക്കെ പിൻവലിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. അതിൻ്റെ മാനസിക പ്രശ്നമാണോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും നാളെ ആശുപത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ആശുപത്രി ഇറങ്ങി ഞാൻ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 4 ഷെയ്ത്താൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അൽ ഫാത്തിഹ പറഞ്ഞു ഓർമ്മയുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഭാര്യ എന്നോട് ചോദിച്ചു എന്തായി മന്ത്രിച്ചതെന്ന് ചോദിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ആ യൂസഫ് മാത്രമേ മന്ത്രിച്ചിട്ട് വേറൊന്നും മന്ത്രിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് മാത്രം മന്ത്രിച്ച് അണിയടിക്കുകയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം പണിയെടുത്ത് വാപ്പിച്ചാൽ പണിയെടുത്തത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തോളാം, ആ പണീനെ ചെയ്തോ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആണിയടിച്ച് ഇങ്ങനെ വെക്കും. പക്ഷേ ആണിയടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും വരികയില്ല. കാരണം അവരുടെ പ്രസംഗം തീർന്നല്ലോ. പിന്നെ അവർ ആ ഭാഗത്തേക്ക് വരികയില്ല. ഒരു ദിവസം വീട്ടിൽ വന്നിങ്ങനെ കട്ടിലിരുന്നപ്പം അളിയൻ അഷറഫ് പറഞ്ഞു, മച്ചാൻ ഇതുപോലെ ഇഷ്ടം പോലെ ആണിയടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എടുത്തോണ്ട് വടാന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. ആ ജനലിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു എല്ലാം വന്നെടുത്തിട്ട് പൊക്കോളം പറഞ്ഞു. എല്ലാം ആണി ഊരി വിട്ടു. അന്നേരം മുതൽ ഫോൺ വരാൻ തുടങ്ങി. ദുബൈയിൽ നിന്ന് വരെ ഫോൺ. ഉസ്താദേ പഴയ പോലെയായി പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഉസ്താദിനെ മറുപടി പറഞ്ഞു, ഇങ്ങോട്ട് വാ, ചെയ്യിച്ചോണ്ട് പോയാൽ മാത്രം പോരല്ലോ. ഒരാണി അടിച്ചപ്പോൾ 10 രൂപയും കൊടുത്തപ്പോൾ നിങ്ങളുടെ പരിപാടി വരുന്നില്ലേ, പോയിട്ട് തിരിച്ചു വരാം. അങ്ങനെ പലരും തിരിച്ചു വന്നു. ഇതൊക്കെയാണ് ഉസ്താദിൻ്റെ ഒരു രീതികളും കാര്യങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോടൊപ്പം സന്തോഷത്തോടെ ഇരുന്നു കൂടാൻ തോന്നിക്കും.